എനിക്ക് തോന്നി എനിക്ക് എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. ഒരു വർഷമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് ISROയുടെ യുവിക്ക നേടിയെടുക്കണം എന്നുള്ളത്. ഇതേ വിളിച്ചത് ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും. സർപ്രൈസ് ആയിട്ട് നമ്മൾ കോൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ അവിടെ കുറെ സർട്ടിഫിക്കറ്റ്സ്, കുറെ അവാർഡ്സ്, അവിടെ സയന്റിസ്റ്റുമാരോട് നേരിട്ട് സംസാരിക്കാനും അവർക്ക് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടി. സോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും യുവിക നമ്മുടെ നിധിക്ക് സമ്മാനിച്ചിട്ടുണ്ടായത്. മെയ് 16 ഞങ്ങൾ എല്ലാവരും പാടെ VSSCയുടെ തുമ്പയിൽ പോയിട്ട് RH-200 സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച് ചെയ്തത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഫാത്തിമ നിധ എന്ന് പറയുന്ന സ്റ്റുഡന്റ് ആണ്. നിങ്ങൾ എല്ലാവരും പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഫാത്തിമ നിധ കഴിഞ്ഞ ISRO കണ്ടക്ട് ചെയ്തിട്ടുള്ള യുവിക എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ IIST കണ്ടക്ട് ചെയ്തിരുന്ന അൻവിക എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ കൂടി ഇന്ത്യയിൽ നിന്ന് 50 പേരെ മാത്രം സെലക്ട് ചെയ്തിരുന്ന ഒരു വണ്ടർഫുൾ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാൾ കൂടിയാണ് ഫാത്തിമ നിധ. സോ ഫാത്തിമ നിധയെ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. താങ്ക് യു. ഹലോ, യെസ് ഓഡിബിൾ ആണ്. ഫാത്തിമ നിധയെ സെഷന് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൂട്ടുകാർക്ക് ഫാത്തിമ നിധയെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതാണ്. ആക്ച്വലി നിധ യുവികയുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. എക്സാൻവേ ലേണിംഗിൽ കോൺടാക്ട് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇത് കൊടുക്കാന്ന് ചോദിച്ചിരുന്നു. കുറെ ക്വിസ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു നിധ. ഇത് തന്നെ വിശേഷങ്ങളൊക്കെ പറയും. അപ്പൊ ആ കൂട്ടത്തില് എങ്ങനെയാണ് ഏതൊക്കെ ക്വിസിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങളൊക്കെ മെസ്സേജ് വഴി വാട്സപ്പ് വഴിയൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ യുവിക ക്യാമ്പിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷം യുവികയുടെ കുറെ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോസ് ഒക്കെ നമ്മുടെ നിധ ഷെയർ ചെയ്തിരുന്നു. അതിൽ പെട്ട കുറച്ച് ഫോട്ടോസ് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കാം. ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിരുന്നപ്പോ നിധ അന്ന് അയച്ചു തന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ആണ് ഓർമ്മ വന്നത്. യുവിക ക്യാമ്പില് കുറെ അധികം മൊമെന്റ്സ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിരുന്നു നിധ. കുറെ സയന്റിസ്റ്റുമാരെ പരിചയപ്പെടാൻ പറ്റി. കുറെ ടെലസ്കോപ്പിക് സ്കൈ വാച്ചിങ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഫാത്തിമ നിധക്ക് കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ 350 പേരിൽ ഒരാളായിട്ടാണ് നിധ സെലക്ഷൻ കിട്ടിയിരുന്നത്. നിധക്ക് സെലക്ഷൻ കിട്ടിയ ആ ദിവസം തന്നെ നമ്മളെ എക്സാൻവേ ലേണിംഗിലുള്ള അസീം സാറും ഷഫീർ സാറും, കുറെ പേർക്ക് നമ്മുടെ സാറുമാരൊക്കെ അറിയുന്നുണ്ടാവും. നിധയെ വിളിച്ചത് നിധക്ക് ഓർമ്മ ഉണ്ടാവും. സർപ്രൈസ് ആയിട്ട് നമ്മൾ കോൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിധക്ക് അവിടെ കുറെ സർട്ടിഫിക്കറ്റ്സ്, കുറെ അവാർഡ്സ്, അവിടെ സയന്റിസ്റ്റുമാരോട് നേരിട്ട് സംസാരിക്കാനും അവിടുന്ന് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടി. സോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും യുവിക നമ്മുടെ നിധക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഈ 2023 നിധ ISRO കണ്ടക്ട് ചെയ്തിട്ടുള്ള യുവിക ക്യാമ്പിൽ പങ്കെടുത്തു. അതിന്റെ മുന്നത്തെ വർഷം നമ്മുടെ എക്സാൻവേ ലേണിംഗിലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡന്റ് ആയിരുന്നിട്ടുള്ള ഫഹ്മി KT ISRO കണ്ടക്ട് ചെയ്ത യുവിക 2022 പങ്കെടുത്തിരുന്നു. അപ്പൊ 2 വർഷം തുടർച്ചയായിട്ട് എക്സാൻവേ ലേണിംഗുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള സംഗതിയാണ്. നമ്മൾ 2022 നമ്മുടെ ഷഫീർ സാറിന്റെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു എക്സാൻവേ ലേണിംഗ് യൂട്യൂബ് ചാനലിൽ, 9ാം ക്ലാസ്സുകാർക്ക് ISROയിൽ ഒരു സുവർണ അവസരം എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ആക്ച്വലി ഫഹ്മി KT ഈ ഒരു യുവികക്ക് അപ്ലൈ ചെയ്യുന്നതും. അങ്ങനെ ISRO യുവികയിൽ പങ്കെടുത്തതിന് ശേഷം ഫഹ്മിയുടെ ഒരു ഓറിയന്റേഷൻ സെഷൻ, അവിടുത്തെ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വർഷം നിധക്കും അവസരം കിട്ടിയത്. സോ നിധയുടെയും ഒരു അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങളൊക്കെ ത്രില്ലിംഗ് ആണ്. സോ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ ഒരു സെഷന് ഇൻവൈറ്റ് ചെയ്യുന്നു. നിധയെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ആദ്യമായിട്ട് നിധയോട് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു ISROയിൽ എത്താനുള്ള ഒരു അവസരം കിട്ടിയത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കടമ്പകൾ? നമ്മുടെ കുറെ പേർക്ക് ISRO യുവിക ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവും. എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്, കാര്യങ്ങളൊക്കെ അറിയാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യും നിധ. സാർ, ISROയുടെ യുവികയെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ അറിയുന്നത് നമ്മുടെ സാറിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോ കണ്ടിട്ടാണ്. അപ്പൊ ഞാന് അവാസ്കാക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, സാർ ഇത് എങ്ങനെയാണ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ ഒരു സമയത്ത് കഴിഞ്ഞ ഇയറിൽ നമ്മുടെ ISROയുടെ യുവിക വിന്നർ ആയിട്ടുള്ള ഫഹ്മിയെ കണ്ടപ്പോ എനിക്ക് തോന്നി എനിക്ക് എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കി.
ഒരു വർഷമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് ISROയുടെ യുവിക നേടിയെടുക്കണം എന്നുള്ളത്. അങ്ങനെ ഏതാണ്ട് മാർച്ച് മാസത്തിലാണ് നമ്മുടെ യുവിക 2023യുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഞാൻ മാർച്ച് ലാസ്റ്റ് ആവുന്ന സമയത്താണ് രജിസ്ട്രേഷന് ശ്രമിച്ചത്. ആ ഒരു സമയത്ത് എൻ്റെ ഡീറ്റെയിൽസും പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നീട് നോക്കുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സമയത്ത്, അതായത് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് അവർ നിശ്ചയിക്കുന്ന ഒരു KB താഴെയാകണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും. അപ്പൊ ഞാൻ ആകെപ്പെട്ടു. കാരണം ഞാൻ എല്ലാ സർട്ടിഫിക്കറ്റും, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാന്നുള്ള ഒരു മൈൻഡിൽ നിന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഫോൺ ഉപയോഗിച്ചിട്ട് അതിന്റെ KB ഒക്കെ കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യാന്ന്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഈ ഞാൻ എന്ത് ചെയ്തു, ഒരു ഷോപ്പുമായിട്ട്, ഇവിടെയുള്ള മൊബൈൽ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ KB ഒക്കെ കുറച്ച് അപ്ലോഡ് ചെയ്തു. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ 8ാം ക്ലാസ്സിലെയോ 9ാം ക്ലാസ്സിലെയോ ഏത് എക്സാം ആണോ ലാസ്റ്റ് നടന്നത് അതിന്റെ മാർക്ക് ലിസ്റ്റ്, അതാണ് നമ്മുടെ മാർക്കാണ് 50% അവർ നോക്കുന്നത്. പിന്നെ അതുകൂടാതെ എനിക്ക് തന്നെ എനിക്ക് സയൻസ് ഫെയറിൽ എന്താ ജില്ലയിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ അത്ലറ്റ് ആണ്, അപ്പൊ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തു. ദെൻ സയൻസ് ഫെയറോ അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അതേ തുല്യതയിൽ വരുന്ന വേറെ കോമ്പറ്റീഷന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാമായിരുന്നു. അപ്പൊ ഞാനിത് ആദ്യം ഈ 3 സർട്ടിഫിക്കറ്റ് KB കുറച്ചിട്ട് ഞാൻ അതൊരു 10-15 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അതിന് കഴിയാത്തത് കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 ഞാൻ അപ്ലോഡ് ചെയ്തു. പിന്നീട് ഞാൻ 3 വർഷമായിട്ട് NCCയിലുണ്ട്. NCC അല്ല, സോറി, സ്കൗട്ട് ആൻഡ് ഗൈഡിലുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡിലെ ഈ വർഷത്തെ രാജപുരസ്കാർ വിന്നർ ആണ്. അപ്പൊ അതും കൂടി എനിക്ക് നല്ല വെയിറ്റേജ് ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ റൂറൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ 50% അതും കൂടി വെയിറ്റേജ് ഉണ്ട്. ഇതെല്ലാം പാടെ കൂട്ടിയിട്ട് പിന്നെ അവരൊരു ക്യൂസ് കോമ്പറ്റീഷൻ നടത്തും, ഓൺലൈൻ ക്യൂസ് കോമ്പറ്റീഷന്. ആ ക്യൂസ് കോമ്പറ്റീഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോർമലി വന്നിട്ടുള്ളത്. അത് സ്പേസ് അങ്ങനെയല്ല, GK ജനറൽ നോളേജ് ആണ് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മാത്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട ഒരു ക്യൂസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ HMന്റെ ഒപ്പുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെയാണ് അതിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് അപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കേണ്ടത് അല്ലെ? ഓക്കെ, അപ്പൊ 9ാം ക്ലാസ്സുകാർക്ക് മാത്രമാണ് ISROയുടെ ഈ ഒരു അവസരം ആക്ച്വലി ഉള്ളത് അല്ലെ? 9ാം ക്ലാസ് കഴിയുമ്പോഴാണ് ആക്ച്വലി അപ്ലിക്കേഷൻസ് വിളിക്കാറുള്ളത്. 9ാം ക്ലാസ്സിൽ മാത്രമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം അതിൽ പങ്കെടുക്കാൻ നോക്കുക. കിട്ടിയോ കിട്ടിയില്ലേ എന്നതല്ല, നമ്മൾ പങ്കെടുക്കുക. അതെ, തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെ? ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയ പോലെ തന്നെ നമുക്ക് കിട്ടുമല്ലേ എന്നുള്ളതല്ല, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒന്ന്, IIST കണ്ടക്ട് ചെയ്തിരുന്ന മറ്റൊരു പ്രോഗ്രാമിൽ കൂടി നിധ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അൻവിക എന്ന് പറയുന്ന അല്ലെ, ഇന്ത്യയിൽ 50 പേർക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത് എന്ന് പറഞ്ഞു. അതിന്റെ കാര്യങ്ങൾ കൂടി എങ്ങനെയാണെന്ന് കേട്ടതിന് ശേഷം നമുക്ക് അവിടുത്തെ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാം. എങ്ങനെയാണ് അൻവികയിലേക്ക് സെലക്ഷൻ കിട്ടിയത്? അൻവികയുടെ സെലക്ഷൻ എന്ന് പറയുന്നത് 2023 യുവിക സെലക്ഷൻ കിട്ടിയ കുട്ടികൾ എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പൊ അവർ ആദ്യം പറഞ്ഞിരുന്നു ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുന്ന 50 കുട്ടികൾ. പക്ഷെ ആ ഒരു സമയത്ത് അവര് മെയിൽ അയച്ച സമയത്ത് സ്കൂളിലായിരുന്നു. അപ്പൊ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തി മെയിലൊക്കെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് യുവിക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലെല്ലാരും പറഞ്ഞു നിങ്ങൾ എല്ലാരും രജിസ്ട്രേഷൻ ചെയ്തില്ല, ഇങ്ങനെ നമ്മുടെ അൻവിക നടക്കുന്നത് എല്ലാരും അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ആകെ എക്സൈറ്റ്മെന്റ് ആയി. കാരണം എനിക്കും പങ്കെടുക്കണം, എനിക്ക് അൻവികയിൽ പങ്കെടുക്കണം നല്ല താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നത്തെ ഞങ്ങളുടെ യുവികയിലുള്ള എക്സ്പീരിയൻസിന്റെ സമയത്ത് സാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾ അൻവികയിലും കൂടി പങ്കെടുത്ത് അതിന്റെ എക്സ്പീരിയൻസ് ഞങ്ങളോട് പറയണം, കാരണം നല്ല ക്യാമ്പാണെന്ന്. അപ്പൊ യുവികയുടെ ഒരു സമയത്ത് തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ് അൻവികയിലും പങ്കെടുക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ ഞാൻ രജിസ്ട്രേഷൻ ചെയ്തത് 119ാമത്തെ വ്യക്തിയായിട്ടാണ്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, 50 പേര്, ആദ്യത്തെ 50 പേർക്ക് മാത്രമേ ഞങ്ങള് സെലക്ഷൻ കൊടുക്കുള്ളൂ എന്നാണ്. അങ്ങനെ ഞാൻ എന്റെ പേരും കാര്യങ്ങളും മുഴുവൻ അടിച്ചു കൊടുത്ത് 2023 യുവിക വിന്നർ എന്നൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഇതേപോലെ തന്നെ സ്കൂള് വിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ മെസ്സേജസ് നോക്കിയതാണ്. അപ്പൊ ഉണ്ട് യുവികയുടെ ഗ്രൂപ്പിൽ എന്നെ എല്ലാവരും മെൻഷൻ ആക്കിയിട്ടിട്ട് കൺഗ്രാറ്റുലേഷൻ എന്ന് പറയുന്നു.
ഞാൻ ആകെ എക്സൈറ്റ് ആയി. കാരണം എന്താ ഇവർ എന്നെ ഇങ്ങനെ ഇതാക്കിയിടുന്നു. നോക്കുമ്പോഴാണ് എനിക്കും കൂടി സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ വർഷം അവർ എന്ത് ചെയ്തെന്ന് വെച്ചാല് 1 മുതൽ 10 വരെ ആദ്യം രജിസ്ട്രേഷൻ ചെയ്ത 10 കുട്ടികളെയും ബാക്കി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ചെയ്തതെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പൊ എനിക്ക് നല്ല ഹാപ്പിനെസ് ആണ് തോന്നി. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം 119ാമതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ഞാന് അൻവികയിൽ സെലക്ഷൻ കിട്ടി എന്ന് പറയുമ്പോ തന്നെ എനിക്ക് നല്ല ഹാപ്പിനെസ് ആയിരുന്നു വന്നത്. യെസ്, ഓക്കെ. അപ്പൊ പിന്നെ അവിടെയുള്ള അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾ വളരെ റെഡിയാണ്, ത്രില്ലിംഗ് ആണ്. എത്ര ദിവസമായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത്? യുവിക ക്യാമ്പ് ഒരാഴ്ച ആയിരുന്നോ? അവിടെ എന്തൊക്കെ സെഷൻസ് ആണ് ഉണ്ടായിരുന്നത്? യുവിക 2 വീക്സും അൻവിക 1 വീക്ക് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു. ഓക്കെ. ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ വ്യത്യസ്ത സെഷനുകളായിരുന്നോ, അതോ എല്ലാ ദിവസങ്ങളും കുറെ ടോക്കുകളായിരുന്നോ? എന്തൊക്കെയായിരുന്നു സെഷനുകളെ കുറിച്ചിട്ടൊന്ന് പറയോ? യുവിക 2023 സ്റ്റാർട്ട് ചെയ്തത് മെയ് 14 മുതൽ 27 വരെ ആയിരുന്നു. ഫസ്റ്റ് 14 9 മണിയാവുന്ന സമയത്ത് രജിസ്ട്രേഷന് VSSCയിലേക്ക് എത്തണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ VSSCയിൽ എത്തി. VSSCയിൽ എത്തിയ സമയത്ത് നമ്മൾ ഒത്തിരി പേര്, ഞാൻ 51ാമതായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്തത്. ടോട്ടലി 52 കുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയാലോ, ആ ഒരു ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പൊ അവിടെ എത്തിയപ്പോ അവർ കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ അതുപോലെ തന്നെ റൂംമേറ്റിനെ അവർ നിശ്ചയിച്ചത് സെയിം സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി സെയിം ആണെന്നുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് ഒരു റൂമിൽ കടത്തില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, ഡിഫറെന്റ് കൾച്ചറിൽ ഡിഫറെന്റ് ലാംഗ്വേജിലുള്ളവരും ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ളവരാണ് ശരിക്കും റൂംമേറ്റ് ആയിട്ട് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ റൂംമേറ്റിനെ കിട്ടിയത് ബീഹാരേരെയായിരുന്നു. കേരളത്തിലെ മറ്റു കുട്ടികൾക്കൊക്കെ വേറെ വേറെ സംസ്ഥാനങ്ങളിലുള്ള റൂംമേറ്റുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നിഷ മാമും ശിവശങ്കർ സാറും ആയിരുന്നു. ഞങ്ങളുടെ കൂടെ ഇവർ 14 ദിവസം ഞങ്ങളുടെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. കൂടാതെ ശ്രീലത മാം എന്നും പറയും. ശ്രീലത മാം എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ദി HRDD ആണ്. മാമും ഞങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ടിനുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ദിവസം മെയ് 14 ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ആണ് ആദ്യം നടന്നത്. ഞങ്ങൾ എല്ലാരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ പേരുകളും കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഗെയിമിലോട്ടാണ് പോയത്. ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾക്ക് ലെക്ചർ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അന്ന് ഫുള്ള് പരിചയപ്പെടാനുള്ള സെക്ഷനും ഗെയിമുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നൈറ്റില് വീണ്ടും അവരൊരു ഗെയിം കണ്ടക്ട് ചെയ്തു. ശരിക്കും ഈ ISROയുടെ യുവിക ക്യാമ്പ് എന്ന് പറയുന്നത് വെറും നമുക്ക് ലെക്ചർ ക്ലാസ്സസ് മാത്രമല്ല, അതിലുപരി നമുക്ക് ഗെയിംസ് ആയാലും മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷനും കൂടി ആയിരുന്നു യുവിക ക്യാമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ സെക്കൻഡ് ഡേ ഏതാണ്ട് ടോട്ടലി 28 ലെക്ചേഴ്സ് ആണ് ഞങ്ങൾക്ക് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഡേയില് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3 ലെക്ചേഴ്സ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഓരോ ലെക്ചറും ഓരോന്നിനും വെച്ചെന്ന് പറയും. കാരണം അത്രയും നല്ല ക്ലാസ്സസ് ആയിരുന്നു. അതിലുപരി ഞങ്ങളെ കൊണ്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ ഞങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൾച്ചർ പ്രോഗ്രാം ആയിക്കോട്ടെ. അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ മോർണിംഗില് അവര് യോഗ ഞങ്ങളോട് നിർബന്ധമായിട്ടും ചെയ്യാൻ പറയും. ശേഷം ഒരു 9 മണി മുതൽ ഏതാണ്ട് 4 മണി വരെ ലെക്ചർ ക്ലാസ്സസ്. അതിന്റെ ഇടയിൽ കുറെ ബ്രേക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ അവർ അപ്പൊ പ്രൊവൈഡ് ചെയ്യും. പിന്നെ 4 മണി മുതൽ ഒരു 6 മണി വരെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ സെക്ഷൻ ആയിരുന്നു. ദെൻ എല്ലാരും ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് 7:30 മുതൽ ഒരു 9 മണി വരെ കൾച്ചറൽ പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഗെയിംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ദിവസേന നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മെയ് 16 ഞങ്ങൾ എല്ലാവരും പാടെ VSSCയുടെ തുമ്പയിൽ പോയിട്ട് RH-200 സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച് ചെയ്തത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു അത്. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റുമെന്ന്. അങ്ങനെ റോക്കറ്റ് ലോഞ്ച് ചെയ്ത ശേഷം റോക്കറ്റ് ലോഞ്ച് ചെയ്ത പാഡിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റി. അവിടെ നിന്നും ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഒരു മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു. എവിടെ ചെന്നാലും അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം ഫോട്ടോ എടുക്കും, ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തരും. നല്ല എന്താ പറയാ, യാഥാർത്ഥ്യത്തിൽ നല്ല ക്യാമ്പായിരുന്നു. പിന്നെ റൂം ഫെസിലിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ TV ഉണ്ട്, AC ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമുക്കൊന്നും ഇല്ല, ഒന്നും ബെറ്റർ അല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങളോട് അവിടുത്തെ മാംമാര് പറഞ്ഞു നിങ്ങളൊക്കെ നല്ല ലക്കുള്ളവരാണ്. ബിക്കോസ് ഈ ഞങ്ങൾ കടന്ന റൂം മുഴുവനും സയന്റിസ്റ്റുമാർ കിടക്കുന്ന റൂമുകളാണ്. നിങ്ങൾ ഫുള്ള് ഭാഗ്യവാന്മാരാണ്. അവരെപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. ഫുഡ് കഴിക്കുന്ന പ്ലേസ് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഫുഡിന്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജ് ഫുഡും നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ
ഒത്തിരി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭക്ഷണം. ഏതെടുക്കണം എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആണ്. അത് കേരള സ്റ്റൈൽ ഫുഡ് ഉണ്ടാകും, നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാവും, പല ടൈപ്പിലുള്ള ഫുഡ് ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഏറ്റവും രുചിയേറിയ ഭക്ഷണമാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഐസ്ക്രീംസ് ഉണ്ടാവും. ഫുഡിന്റെ കാര്യത്തിൽ ശരിക്കും അവിടുത്തെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല നല്ല കാറ്ററിങ്ങും കാര്യങ്ങളും തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിപ്പോ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെസ്സ് അതെന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റുമാർക്ക് മാത്രമായിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ വന്ന് കഴിക്കാന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടെന്ന് തന്നെ അവരെപ്പോഴും പറയും. പിന്നെ അതുപോലെ തന്നെ VSCCയുടെ പല ഭാഗങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ ചെയേഴ്സ് നോക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ സയന്റിസ്റ്റുമാരുടെയും നെയിമുകൾ ആ ചെയറിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ അതിൽ കയറിയിരിക്കുന്നു. അത് ഓരോ സയന്റിസ്റ്റുമാർ ഇരിക്കേണ്ട സീറ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അതും പല പല സീറ്റിലാണ് ഞങ്ങൾ എല്ലാവരും മാറി മാറി ഇരുന്നത്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ അതോ ഞാൻ ഈ സീറ്റിൽ ഇരുന്നല്ലോ, ഈ സയന്റിസ്റ്റ് ഇരിക്കുന്ന സീറ്റ് ആണല്ലോ ഒക്കെ നോക്കുമ്പോ നമുക്ക് എന്താ പറയാ, നല്ലൊരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ബലൂൺ ലോഞ്ച് ഉണ്ടായി, അതുപോലെ വാട്ടർ റോക്കറ്റ് ഞങ്ങൾ മേക്ക് ചെയ്തു. ഒത്തിരി മെമ്മറബിൾ മൊമെന്റ്സ് ആണ് VSCC ഉണ്ടായിട്ടുള്ളത്. ഒത്തിരി പറഞ്ഞ ഒത്തിരി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ Day 2 ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഞങ്ങൾക്ക് VSSC ഡയറക്ടറുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി, ഇന്ററാക്ട് ചെയ്യാൻ അവസരം ഉണ്ടായി. നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും സാറ് കൃത്യമായിട്ട് ഉത്തരം നൽകുന്നുള്ളതാണ്. കാരണം സാർ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ഞാൻ ഉത്തരം നൽകാം. അത് അവിടെയുള്ള എല്ലാ സയന്റിസ്റ്റുമാരും ഞങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് തന്നെയായിരുന്നു. അത് എപ്പോഴായിക്കോട്ടെ, ഇപ്പൊ നൈറ്റിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണോ, നമ്മുടെ കൂടെയുള്ള സയന്റിസ്റ്റുമാർ നമുക്ക് അതിനുള്ള ഉത്തരം നൽകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ RO എന്നൊക്കെ പറഞ്ഞ അവര്, ഞങ്ങൾ വിചാരിച്ചു നോർമലി വേറെ എങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ സയന്റിസ്റ്റുമാർ RO ആയിട്ട് വരൂല എന്നൊക്കെ ആയിരുന്നു എന്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ RO ആയിട്ട് വന്നത് സയന്റിസ്റ്റുമാരായിരുന്നു. ആ സയന്റിസ്റ്റുമാരിൽ പലരും ഞങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാക്സിമം ആ കുട്ടിനെ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുപ്പിച്ചിട്ട് ഒരു ആക്റ്റീവ് കുട്ടിയാക്കാൻ അവർ നല്ലോണം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ് കഴിയുന്ന സമയത്ത് നമ്മളോട് താങ്ക്സ് പറയാൻ പറയും. അതും സെലക്റ്റഡ് ആയിട്ട് ഓരോ കുട്ടികളെ വിളിച്ചിട്ടാണ് അവര് പറയുക. പിന്നെ അതുപോലെ നമ്മളെന്ന് പറഞ്ഞപ്പോ ഏതെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട, ഇപ്പൊ മലയാളീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളീസിന്റെ ഒപ്പം പോകുന്ന സമയത്ത് അവിടുത്തെ ഉള്ള മാം പറയും, മലയാളീസ് എല്ലാവരും പാടെ ഒരുമിച്ച് നിൽക്കല്ലേ, അതുപോലെ തന്നെ ഗോവക്കാരെല്ലാവരും ഒരുമിച്ച് നിൽക്കല്ലേ. പല കൾച്ചറിലുള്ളവരും പല ഭാഷ സംസാരിക്കുന്നവരും ഒരുമിച്ച് നിൽക്കണം. അതല്ലാതെ സെയിം ലാംഗ്വേജ് ഉള്ളവരൊന്നും ഒരുമിച്ച് നിൽക്കരുത് ഞങ്ങളുടെ എപ്പോഴും പറയും. കാരണം നിങ്ങൾ എല്ലാവരായിട്ടും കമ്പനി ആകണം. അങ്ങനെ ആ ഒരു കൺസെപ്റ്റിലായിരുന്നു നിഷ മാമും ശിവശങ്കർ സാറൊക്കെ ഞങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങൾ മലയാളീസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഒരേ സംസ്ഥാനക്കാർ ഒരുമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും ലെക്ചർ ക്ലാസ്സസിന്റെ സമയത്ത് പോലും സീറ്റുകൾ മാറ്റിയിട്ട് ഇരുത്തിയിട്ട് ഞങ്ങളോട് പറയും, നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, എന്നും ഇങ്ങനെ ഇരിക്കണം, മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് വേണം, നിങ്ങളുടെ അവരുടെ കൾച്ചർ നിങ്ങൾ അറിയണം, അവരുടെ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ശരി നല്ലൊരു ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ VSSC ക്യാമ്പ് എന്ന് പറയുന്നത്. എന്തായാലും VSSC പിന്നെ അതുപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ടിക്കറ്റിന് നമുക്ക് എത്രയാണ് ചെലവ് വന്നത് അത് മുഴുവൻ, അത് ഓട്ടോയിൽ പോവാണോ ഓട്ടോ ക്യാഷ് ആണ്, കാറ് പോവാണോ അത് കാറിന്റെ ഫ്യൂളിന്റെ എത്രയാണോ റേറ്റ് അതുപോലെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് റേറ്റ് എത്രയാണോ അത് ഫുൾ അവർ തിരികെ നമുക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഇനി ലോണ്ടറി സർവീസും കൂടി നമുക്കുണ്ട്. അതുപോലെ റൂം ഫെസിലിറ്റീസ് എല്ലാതും കൊണ്ടും നമുക്ക് എന്താ പറയാ, ഹൈ ലെവൽ എന്ന് തന്നെ പറയാം. പിന്നെ അതിൽ എടുത്ത് പറയേണ്ട കാര്യം, ഞങ്ങൾ പ്ലാനറ്റോറിയം വിസിറ്റ് ചെയ്തു, മാജിക് പ്ലാനറ്റ് വിസിറ്റ് ചെയ്തു, പിന്നെ സ്പേസ് മ്യൂസിയം കൂടി ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ചില ഫോട്ടോസ് ഒന്നും പുറത്തോട്ട് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും സെക്യൂരിറ്റി ഉള്ള ഏരിയ ആയതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ ഫോട്ടോ എടുത്തു തരാം, പക്ഷെ പുറത്ത് വിടാൻ പറ്റില്ല, ജസ്റ്റ് ഒരു മെമ്മറിക്ക് മാത്രം ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു തരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ആയ വിഷ്ണു ചേട്ടന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഏതാണ്ട് റോബോട്ടിക്സ് ഡെമോൺസ്ട്രേഷനും എല്ലാതും ഞങ്ങൾക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആറോട് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യ മാം ആയിക്കോട്ടെ, അരുൺ സാർ ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടിന് അവരുണ്ടായിരുന്നു. VSSCയിൽ ഒത്തിരി മെമ്മറീസ് ഉണ്ടായി തന്നെ പറയാനുള്ളത്. ഗെയിംസ്, കാരണം കൾച്ചർ പ്രോഗ്രാം ആയാലും ഗെയിംസ് ആയാലും ക്യൂസ് കോമ്പറ്റീഷൻ ആയാലും ഒക്കെ ഒരു മെമ്മറീസ് ആണ് ഇപ്പോഴും. എനിക്കൊരു താല്പര്യമുണ്ട് ഇനിയും VSSCയിൽ ഒന്ന് പോകണം എന്ന്. കാരണം അവരെല്ലാവരും ഒന്ന് കാണണം. അത്രയും നല്ല അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ VSSCയിൽ പോകും.
അതൊക്കെ ശരിക്കും ഇപ്പൊ ഓർക്കുമ്പോ നല്ലൊരു മെമ്മറി ആയിട്ടാണ് തോന്നുന്നത്. യെസ്, ഓക്കെ. അപ്പോ റൂംമേറ്റ് ആയിട്ട് ബീഹാറി ആയിരുന്നു എന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് എത്ര പേരാണ് നിത യുവിക ക്യാമ്പിൽ ഉണ്ടായിരുന്നത്? മലയാളികൾ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? മലയാളികൾ 13 പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള സംസ്ഥാനക്കാരോടൊക്കെ എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇംഗ്ലീഷിലായിരുന്നോ എല്ലാവരോടും സംസാരിച്ചിരുന്നത്? അതെ അതെ, ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോ ബാക്കിയുള്ള സ്റ്റേറ്റുകാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസും കാര്യങ്ങളും, പ്രത്യേകിച്ച് റൂംമേറ്റ് ബീഹാറി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരോടൊക്കെ നമ്മളുടെ ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അവരുടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? ബീഹാറിയിലുള്ള കൾച്ചറൊക്കെ എങ്ങനെയാണ്, അവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതൊക്കെ? കിട്ടി കിട്ടി. എന്റെ റൂംമേറ്റിന് എന്നോട് പറഞ്ഞിരുന്നു, നോർമലി ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ സ്കൂൾ അറിയുമ്പോൾ ഇങ്ങനെയാണ്, നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവള് പറഞ്ഞു എന്റെ സ്കൂളിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. ഏതാണ്ട് അവളെ സ്കൂളിൽ നിന്ന് 3 കുട്ടികൾക്കോളം സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ 3 പേർക്കും അവർ ഒരു ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അവൾ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് ഇല്ലേ, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇത്രക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളും ഇല്ല, ആരും ഒരു സപ്പോർട്ടിനില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും കൂടി കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് താല്പര്യം ഉണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞു റൂംമേറ്റ്. ഓക്കെ. അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത് ഏത് സംസ്ഥാനത്തു നിന്നായിരുന്നു? കേരള, ഓക്കെ, കേരളത്തിൽ നമ്മുടെ നിന്നായിരുന്നു. പിന്നെ കേരളത്തിൽ തമിഴ്നാടിന്ന് തന്നെയായിരുന്നു 10 അല്ലെ? പേര്. തമിഴ്നാടിന്ന് 10 പേര്. ഓക്കെ. അപ്പോ പിന്നെ ഞങ്ങൾ അൻവിക ക്യാമ്പിന് പ്രത്യേകിച്ച് നിതക്ക് സെലക്ഷൻ കിട്ടാനുള്ള കാരണം സർട്ടിഫിക്കറ്റ്സ് യു- ആണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തെല്ലാം ആ, മത്സരത്തിലായിരുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് സ്പെഷ്യൽ ആയിട്ട് നിതക്ക് ഉണ്ടായിരുന്നത്? ക്യൂസ് പ്രോഗ്രാമുകളിൽ കൂടുതൽ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞു. സ്പെഷ്യൽ ആയിട്ട് എന്തെല്ലാമാണ് ക്രെഡിറ്റ് പോയിന്റ്സ് ആയിട്ട് എക്സ്ട്രാ കൺസിഡർ ചെയ്യാൻ കാരണമായത് എന്നോട് പറയാം. നമ്മുടെ കുട്ടികൾ കുറെ പേര് യുവിക ക്യാമ്പിനും അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാത്തിരിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ തന്നെ അവരുടെ സ്കൂളിലുള്ള മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മത്സരങ്ങളാണ് ഇതുപോലെയുള്ള ക്യാമ്പുകൾക്കൊക്കെ സെലക്ഷൻ കിട്ടുക എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്പെഷ്യലി നമുക്ക് നാഷണൽ ലെവലോ ഡിസ്ട്രിക്ട് ലെവലോ സ്കൂൾ ലെവലോ ഈ 3 തലത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഇവർ ഏറ്റവും വലിയ വെയിറ്റേജ്. സ്കൂൾ ലെവൽ എന്ന് പറയുമ്പോൾ 2%, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയുമ്പോൾ 4%, നാഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ 5%. ആ ഒരു രീതിയിലാണ് നമ്മുടെ മാർക്കും ശതമാനം ഒക്കെ വരുന്നത്. ഞാൻ എക്സ്പെഷ്യലി ഞാൻ പങ്കെടുക്കുന്നത് സ്പീച്ച്, ക്യൂസ് കോമ്പറ്റീഷൻസ്, ഞാൻ എന്ത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഞാൻ പങ്കെടുക്കും. സാർ ഞാൻ എന്റെ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്ത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് കിട്ടുകയോ ഇല്ലേ എന്നുള്ളതല്ല, ഞാൻ എല്ലാ കോമ്പറ്റീഷനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, സ്പീച്ചിൽ ഡിസ്ട്രിക്ട് ലെവൽ വിന്നറാണ്, അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും എനിക്ക് നല്ല വാല്യുബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പഠനത്തോടൊപ്പം എക്സ്ട്രാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുക. വെറും പഠനം എന്നല്ലാതെ സ്പോർട്സ് ആയിക്കോട്ടെ മറ്റെല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ നോക്കുക. ഒരിക്കലും കിട്ടിയോ കിട്ടിയേ എന്നുള്ളത് ഞാൻ പറയില്ല, കാരണം അത് നമുക്ക് നമ്മുടെ ഹാർഡ് വർക്കിനും സ്മാർട്ട് വർക്കിനും അനുസരിച്ചിരിക്കും അതിന്റെ റിസൾട്ട്. പക്ഷെ നമ്മൾ പങ്കെടുക്കുക, അതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതന്നെയാണ് എന്റെ ISROയുടെയും ISTയുടെയും എന്താ പറയുക ഒരു രഹസ്യം എന്ന് പറയുന്നത്. കാരണം രഹസ്യം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ എന്ത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കോമ്പറ്റീഷൻ ഞാൻ പങ്കെടുക്കും. എനിക്ക് എന്റെ ഒരു കൺസെപ്റ്റിൽ പഠനം മാത്രം പോരാ, ബാക്കി എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം എന്നുള്ള ഒരു രീതിയിൽ പോകുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുക. ഓക്കെ. പിന്നെ അൻവി ISRO പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ISROയുടെ ഇതിൽ പറയുന്ന സമയത്ത്, ISROയുടെ യുവീക്ക് നടന്ന സമയത്ത് ഞങ്ങൾ വേറെ 2 പ്ലേസും കൂടി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ISTയും LPSSയും. അവിടെ ചെന്നിട്ട്, അതായത് ലിക്വിഡ് പ്രൊപ്പലേഷൻ സിസ്റ്റം സെന്ററിൽ ചെന്നിട്ട് വിക്ഷേപണ വാഹനങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കുമുള്ള ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ക്രയോജൻ പ്രൊപ്പലേഷൻ സിസ്റ്റത്തിന്റെ സ്റ്റേജുകളെ കുറിച്ച് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ISTയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എയറോഡൈനാമിക് ലാബുകളിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി, ജിയോളജി ലാബുകൾ വിസിറ്റ് ചെയ്യാൻ പറ്റി, ഒത്തിരി മെമ്മറീസ് നമുക്ക് അവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹലോ. യെസ്, ഓക്കെ. അപ്പൊ IIST എന്ന് പറയുന്നത് അൻവിക ക്യാമ്പ് കുറെ വർഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ടോ, അതോ ISRO യുവികയിൽ സെലക്ഷൻ കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമാണ് അല്ലെ അൻവികയിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്? സാർ അതുപോലെ തന്നെ ഒളിമ്പ്യാഡ് എക്സാം കൂടെ ഉണ്ട്, ഞാൻ പറയാൻ മറന്നതാണ്. നാഷണൽ ലെവൽ ഒളിമ്പ്യാഡ് എക്സാമോ അല്ലെങ്കിൽ യുവിക 2023 ആ വർഷത്തിൽ നടക്കുന്ന യുവിക വിന്നേഴ്സിനോ ആണ് സെലക്ഷൻ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളെ സെഷൻ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക.
ഒളിമ്പ്യാഡ് പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് നമ്മുടെ കുട്ടികൾ, നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ തയ്യാറെടുക്കണം. നമ്മളെ എക്സാം ലേണിംഗിലൊക്കെ ഒളിമ്പ്യാഡ് പരീക്ഷകൾക്ക് ചെറിയ ക്ലാസ് മുതലേ, എസ്പെഷ്യലി 6ാം ക്ലാസ് മുതലേ ഒളിമ്പ്യാഡ് എക്സാമിനുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തുന്ന ക്യാമ്പിലൊക്കെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അവര് കൺസിഡറേഷൻസ് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയാസ് ആയിട്ടുള്ളത് ഇതുപോലെയുള്ള ഒളിമ്പ്യാഡ്, നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസ്, ക്വിസ് കോമ്പറ്റീഷൻസ്, മറ്റുള്ള കോൺടെസ്റ്റുകളൊക്കെയാണ്. അപ്പൊ അതിലൊക്കെ നിധ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പങ്കെടുക്കുക. നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. യെസ്, അൻവിക ക്യാമ്പില് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? യുവികയെ സംബന്ധിച്ചിടത്തോളം, യുവിക എന്ന് പറയുന്നത് ഏകദേശം 350 പേരാന്ന് പറഞ്ഞു. അൻവികയിൽ 50 പേര് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. ഇപ്പൊ കുറച്ച് കുട്ടികളാവുമ്പോൾ കുറച്ചും കൂടി ഇന്ററാക്ഷൻ ഉള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നോ? അതെ അതെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അൻവികയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ആകെ ഒരു 1 വീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ക്ലാസ്സും എല്ലാതും പാടെ കൺട്രോളിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ഇല്ല. പക്ഷെ നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടണം എന്ന് ആദ്യം തന്നെ അവിടുത്തെ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിരുന്നത് പ്രൊഫസർ ഉമേഷ് കഥാനെ സാറായിരുന്നു. ഞങ്ങളെ ഈ അൻവിക നടക്കുന്നത് ജൂലൈ 17 മുതൽ ജൂലൈ 22 വരെ ആയിരുന്നു. ഈ 6 ഡേയ്സിൽ സാറ് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ 6 ഡേയ്സിൽ ഇവിടെ വന്നിട്ടുള്ളത് മറ്റുള്ളവരായിട്ട് പരിചയപ്പെടാനും കൂടാതെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആദ്യം തന്നെ സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾക്ക് ലെക്ചറും ക്ലാസ്സസ് ഒന്നും ഫസ്റ്റ് നടന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ഇന്ററാക്ഷൻ സെക്ഷനാണ് നടന്നത്, അതും പാരന്റ്സിനോടും സ്റ്റുഡൻസിന്റെ ഒപ്പം. ശരിക്കും അൻവിക ക്യാമ്പ് എന്ന് പറയുന്ന യുവിക ക്യാമ്പിനെക്കാട്ടിലും ഡിഫറെന്റ് ആയിരുന്നു. കാരണം യുവിക ക്യാമ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 7 സെന്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അൻവികക്ക് ആകെ ഒരു സെന്റർ ആയിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ IST വെച്ചിട്ട്. ഏതാണ്ട് 50ഓളം കുട്ടികൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അതും പല സംസ്ഥാനക്കാരായിരുന്നു. എന്റെ റൂംമേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഗോവ ആൻഡ് ഒരാൾ പഞ്ചാബ് ആയിരുന്നു. അപ്പൊ അവരോടൊക്കെ സംസാരിക്കാനും പറ്റി, അവരുടെ ഓരോ കാര്യങ്ങൾ അറിയാനും പറ്റി. ശരിക്കും നല്ലൊരു ക്യാമ്പും കൂടി ആയിരുന്നു അൻവിക ക്യാമ്പ്. അതുപോലെ IST പല ഭാഗങ്ങളും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയറോഡൈനാമിക് ലാബിലും ജിയോളജി ലാബിലും CAP ലാബിലും എല്ലാ ലാബിലും വിസിറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ലെക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള യുവിക ടൈമിൽ ഒരു സാർ ഉണ്ടായിരുന്നു, ഷൈജമോൻ സാറ്. ആ സാറിന്റെ ക്ലാസ് ഞങ്ങൾക്ക് ഇവിടെ IST കിട്ടി. ശരിക്കും നല്ലൊരു മെമ്മറി തന്നെ ആയിരുന്നു അവിടെ. പിന്നെ ഉമേഷ് കഥാനെ സാറിന്റെ ക്ലാസ്സുകളും എല്ലാം നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഉമേഷ് കഥാനെ സാർ ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ ഒരിക്കലും ഇൻട്രോവേർട്ട് ആയിട്ട് നിൽക്കരുത്, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക. ഇപ്പൊ സാറിന്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടികൾ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ സാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കുട്ടീനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കും. സാർ അത്രയും നല്ലൊരു എന്താ പറയാ, നമ്മൾ എല്ലാരും എല്ലാ കോമ്പറ്റീഷനിലും എല്ലാത്തിലും പങ്കെടുക്കണം, ഒരിക്കലും ബാക്കോട്ട് പോകരുത് എന്ന ഒരു കൺസെപ്റ്റിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, യെസ്. അപ്പോ ഇനി ഓഡിയൻസിന്, നമ്മളെ സെഷന് കേൾക്കുന്ന ആളുകളോട്, സ്റ്റുഡൻസിനോടുള്ള ഒരു ചോദ്യമാണ്. IIST കണ്ടക്ട് ചെയ്തിരുന്ന അൻവിക ക്യാമ്പിൽ നിത പങ്കെടുത്തു എന്ന് പറഞ്ഞു. എന്താണ് IIST, അല്ലെങ്കിൽ IISTയുടെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയുമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ആരാണ് ഏറ്റവും ആദ്യം കമന്റ് ചെയ്യുന്നത് നോക്കട്ടെ. IIST എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്രീമിയർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് യെസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള കുറെ ആൻസേഴ്സ് വരുന്നുണ്ട്. ആദ്യം പറഞ്ഞത് സെഹ്റ യാസ്മിൻ, യെസ്, നമ്മുടെ X&Y ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് തന്നെയാണ് ആൻസേഴ്സ് കൂടുതലും പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഏഷ്യയിലെ തന്നെയുള്ള സ്പേസ് സയൻസിനുള്ള ഒരേ ഒരു സ്ഥാപനം കൂടിയാണ്. ശരിക്കും +2 ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് സയൻസിനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനോ റിസർച്ചിനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, IIST പോലെയുള്ള IIT പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാം. പക്ഷേ നമ്മുടെ നിതക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ, 10ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ പോകാനും അവിടുത്തെ അനുഭവങ്ങളൊക്കെ കേൾക്കാനും പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളും ഇതുപോലെയുള്ള ക്യാമ്പുകൾക്കൊക്കെ പങ്കെടുക്കണം. പങ്കെടുക്കാനുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ എന്നുള്ളത് നിങ്ങൾ കേട്ടു, ഇത് പറഞ്ഞു തന്നെ കേട്ടു. എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുക്കുക എന്നുള്ളതാണ്. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകളും എഴുതുക, മാക്സിമം ഒളിമ്പ്യാഡ് എക്സാമുകൾക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിനൊക്കെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, 5ാം ക്ലാസ്സിലുള്ളവരൊക്കെ ഈ സെഷനെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്താല്
ഇതൊക്കെ എത്തിയ പോലെ ISROയിലും IIST കണ്ടക്ട് ചെയ്ത അൻവിക പോലെയുള്ള ക്യാമ്പിലൊക്കെ എത്താൻ കഴിയും. എന്താണ് നിതയുടെ ഒരു അംബീഷൻ, എന്താണ് ഒരു കരിയർ ഡ്രീം, വലുതായാൽ എന്താകണം എന്നുള്ളതാണ് ആഗ്രഹം? എനിക്ക് സത്യം പറഞ്ഞ സയന്റിസ്റ്റ് ആവണം എന്നാണ്. പക്ഷെ പലപ്പോഴും എന്റെ ഡ്രീം മാറിക്കൊണ്ടിരിക്കുകയാണ്, പല രീതിയിലേട്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും എന്താകണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. പലപ്പോഴും വിചാരിക്കും പൈലറ്റ് ആവണം, ചില സമയത്ത് വിചാരിക്കും ഡാറ്റ സയന്റിസ്റ്റ് ആവണം. പക്ഷെ എന്തായാലും 10th കഴിയുമ്പോൾ തന്നെ ഒരു അംബീഷൻ ഞാൻ ഉറപ്പിച്ചു വെക്കും, അതിൽ തന്നെ എത്തും എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുകയും ചെയ്യും. യെസ്, അപ്പൊ നമ്മളെ സെഷൻ കേൾക്കുന്നവരും ഇതുപോലെ തന്നെ നല്ലൊരു കരിയർ അംബീഷൻ സെറ്റ് ചെയ്യണം. ഇത് പറഞ്ഞ പോലെ തന്നെ കുറെ ക്യാമ്പുകൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ മേ ബി നമ്മുടെ അംബീഷൻസ് ഇങ്ങനെ മാറില്ലേ, ചിലപ്പോ നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ അതിലേക്ക് മാറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. കുറെ എക്സ്പോഷറുകളും എക്സ്പീരിയൻസുകളും കിട്ടുമ്പോഴാണ് നമുക്ക് അവസരങ്ങളെ കുറിച്ചിട്ടും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടും ഇങ്ങനെയും കുറെ അവസരങ്ങളും സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യാം. പക്ഷെ 10th ക്ലാസ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഒരു കരിയർ ഡ്രീം നമ്മൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം തുടർന്ന് നമ്മൾ +1ലും +2ലും ഒക്കെ അതിന് അനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനൊക്കെ. അപ്പൊ +1ല് സയൻസ് എടുത്ത് പോകാൻ തന്നെയാണോ നിതയുടെ ഒരു താല്പര്യം? വേറെ ഏതെങ്കിലും സ്ട്രീമിലേക്ക് മാറാനോ അങ്ങനെ എന്തെങ്കിലും ചിന്തകളുണ്ടോ? എടുക്കാൻ തന്നെയാണ് താല്പര്യം. ഓക്കെ, അപ്പൊ നിതയുടെ സ്കൂൾ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞോളൂ. ഏത് സ്കൂളിലാണ് പഠിച്ചത്, എവിടൊക്കെയാണ്, ഇപ്പൊ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും. LKG മുതൽ അല്ലെങ്കിൽ അംഗനവാടി മുതൽ, ചെറിയ ക്ലാസ് മുതൽ 1ാം ക്ലാസ് മുതലൊക്കെ എവിടെയാണ് പഠിച്ചത് എന്നുള്ളത് നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ LKGയും UKGയും അസർ ഇംഗ്ലീഷ് മീഡിയം തിരൂർക്കാട് സ്കൂളിലായിരുന്നു. പിന്നെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ AMVP സ്കൂൾ അരിമംഗലം, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഒരു സ്കൂളാണ്. ദെൻ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ തിരൂർക്കാട് AMHSSലും. ഇപ്പൊ 9th 9th അതുപോലെ തന്നെ ഇപ്പൊ 10th പഠിച്ചുകൊണ്ടിരിക്കുന്നത് DUHS സ്കൂളിലാണ്. ഞാന് എന്റെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ് മുതലേ എല്ലാ കോമ്പറ്റീഷനും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് ഫുള്ള് വാല്യൂബിൾ ആണ്. എന്ത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും പങ്കെടുക്കുക, അതെന്തായാലും നിങ്ങൾ പങ്കെടുക്കണം. ചെറിയ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, പക്ഷെ അതിൽ പങ്കെടുക്കുക. അത് നിങ്ങൾക്ക് ഇപ്പോ എന്റെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ പല കോമ്പറ്റീഷനിലും പങ്കെടുത്ത് തോറ്റ വ്യക്തിയാണ്. ഞാൻ ധൈര്യത്തോടെ പറയും, അതായത് എന്ത് ജില്ലാ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ ഞാൻ തോറ്റിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് വേറെ ക്യൂസ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ആദ്യം കേട്ട ആ ഒരു ക്യൂസ് നടത്തിയ ക്യൂസിന്റെ അറിവുകൾ വെച്ചിട്ട് നമുക്ക് മറ്റു ക്യൂസിൽ പങ്കെടുക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും അവിടെ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. നമ്മൾ എവിടെ തോറ്റാലും അവിടെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങള് ഇപ്പൊ എന്റെ ഈ ISTയുടെ അൻവികയും ISRയുടെ UVKയിലും മെയിൻ പോയിന്റ് ആയിട്ട് ഞാൻ 2 പ്ലേസസ് വിസിറ്റ് ചെയ്തു. അതിൽ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് സ്പേസ് മ്യൂസിയം, അത് 2 തവണ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. അതുകൂടാതെ റോക്കറ്റ് ലോഞ്ച് 2 തവണ കാണാനും പറ്റി. ആ ഒരു ഭാഗ്യം ശരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം ISTയുടെ അൻവികയുടെ ലാസ്റ്റ് ദിവസം ജൂലൈ 22ാം തീയതി, അന്ന് സത്യം പറഞ്ഞ എനിക്കൊരു സ്പെഷ്യൽ മൊമെന്റും കൂടി ആയിരുന്നു. കാരണം എന്റെ ബർത്ത്ഡേ ദിവസം കൂടി ആയിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും പലരും അന്ന് പിരിയുന്നുണ്ടായിരുന്നു. കാരണം പലർക്കും പല തിരക്കുണ്ടായോണ്ട് അന്ന് തന്നെ പലരും അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പലരും പോവുകയും ചെയ്തു. ആ ഒരു ദിവസം നമ്മുടെ റോക്കറ്റ് ലോഞ്ച് കാണാൻ VSSCയിൽ പോകാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ VSSCയിൽ ഉണ്ടായ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹാപ്പിനെസ് എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നിന്ന VSSCയുടെ ഗസ്റ്റ് ഹൗസ് മുന്നിൽ കൂടി ഞങ്ങൾ പാസ് ചെയ്തത്, അത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ടെന്ന് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും നല്ല മെമ്മറബിൾ മൊമെന്റ്സ് ആണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഫസ്റ്റ് ഡേ ആയിക്കോട്ടെ, ഫസ്റ്റ് ഡേയിൽ അവർ നമുക്ക് ഒരു ബാഗും അതുപോലെ തന്നെ സ്റ്റീൽ ബോട്ടിലും പല കാര്യങ്ങളും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടീഷർട്സും ISRയുടെ പേരുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫിലെ ഒരു മെമ്മറബിൾ മൊമെന്റ്സും കൂടിയാണ് അതൊക്കെ. നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു വെക്കാന്ന് അറിയുമ്പോ തന്നെ നല്ലൊരു ലക്കും കൂടിയാണ്. യെസ്, തീർച്ചയായിട്ടും. അപ്പോ ഇന്ത്യയിൽ നിന്നൊക്കെ സെലക്ടഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഒരാളായിട്ട്, അതും കേരളത്തിൽ നിന്ന് 13 പേരെ മാത്രം സെലക്ട് ചെയ്തതിൽ ഒരാളായിട്ട് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന്, അത് നമ്മുടെ സാധാരണ ഒരു സ്കൂളിലൊക്കെ പഠിച്ചു വളർന്ന നിത എത്തി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും ഉയരത്തില് നിതക്ക് ഈ ഒരു 9ാം ക്ലാസ് പ്രായത്തിൽ എത്താൻ പറ്റി. അതും 2 ക്യാമ്പുകളിൽ, നാഷണൽ ലെവൽ നടത്തിയിട്ടുള്ള 2 ക്യാമ്പുകളിൽ പങ്കെടുത്തു. എന്താണ് വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ? നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോ യുവികയിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ പാരന്റ്സ് ഒക്കെ എന്താണ് പറഞ്ഞത്? ടീച്ചേഴ്സിന്റെ ഒക്കെ ആയിട്ടുള്ള റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു? റിസൾട്ട് വന്ന ദിവസം, അതായത് ഏപ്രിൽ 10ാം തീയതി തന്നെ ഫസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഏതാണ്ട് ഈവനിങ് ടൈമില്
ഹവാസ് സാർ നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, റിസൾട്ട് വന്നിട്ടുണ്ട്, നീ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സമയത്ത് ഞാൻ റിസൾട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു. കാരണം എനിക്ക് ഉണ്ടാവോ ഇല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷനില്. അങ്ങനെ സാർ തന്നെ പറഞ്ഞു, ഏതോ ഒരു ഫാത്തിമ നിദ എന്നുള്ള നെയിം കാണുന്നുണ്ട്, നീ ഒന്ന് നോക്ക്. അങ്ങനെ റിസൾട്ട് നോക്കിയപ്പോ ഫാത്തിമ നിദാഹി. എനിക്ക് എന്താ ചെയ്യണ്ടാറില്ല. അത്രയും നല്ല ഹാപ്പിനെസ് ലൈഫിൽ, അത്രയും നല്ലൊരു ആ ഒരു മൊമെന്റ് ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും നല്ല ഹാപ്പിനെസ് ആണ് അന്ന് ഉണ്ടായത്. ഞാൻ ഫാമിലിത്തെ എല്ലാരോടും പറഞ്ഞു. പിന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടാണ്, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ്. എന്തെങ്കിലും ക്യൂസ് കോമ്പറ്റീഷൻ എവിടെയെങ്കിലും ഉണ്ടോ, അവരെന്നേറ്റ് പോകും, പങ്കെടുപ്പിക്കും. അവിടെ അഥവാ ഞാൻ തോറ്റോ, അവരെന്നോട് പറയും കുഴപ്പമില്ല, അടുത്ത ക്യൂസിൽ നമുക്ക് പിടിക്കാം, ഇത് ജസ്റ്റ് ഒരു മോഡലായിട്ട് കണ്ടാൽ മതി. അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ എന്റെ ഫാമിലി എന്നെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഓക്കെ. ആരാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ജീവിതത്തില് ഒരു അംബീഷൻ ഒക്കെ സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുക്കണം, അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളിലും ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, പങ്കെടുക്കുക എന്നുള്ളതും ഇത്ര നല്ലൊരു കരിയർ ഡ്രീമിലൊക്കെ മുന്നോട്ട് പോകാൻ ആരാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ടീച്ചേഴ്സ് ആണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? കൂടുതലും പാരന്റ്സ് ആണ്. പാരന്റ്സിന്റെ സപ്പോർട്ട് തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. ടീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ തിരൂർക്കാട് AMHS ഹസീന ടീച്ചർ, ആ ടീച്ചർ നല്ല സപ്പോർട്ടാണ്. ഇന്നും ഇപ്പൊ ഞാൻ സ്കൂൾ ഇപ്പൊ മാറി DHS സ്തൂത സ്കൂളിലാണ്, പക്ഷെ ഇന്നും മിസ് എന്തൊരു കാര്യത്തിനും ഞാൻ മിസ്സിനായിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, ഇപ്പോഴും ബന്ധം പുലർത്തി പോകുന്നുണ്ട്. എന്ത് ക്യൂസ് കോമ്പറ്റീഷൻ ഉണ്ടോ മിസ് എന്നെ അറിയിക്കും. മിസ്സിന്റെ ഒരു ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിട്ട് തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇക്കും അതുപോലെ തന്നെയാണ്. ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുന്നത് ഹസീന ടീച്ചറാണ്. ടീച്ചർ എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും എന്റെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും തന്നെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പാരന്റ്സ്, എന്റെ ഉപ്പപ്പയാണെന്നുണ്ടെങ്കിൽ എന്നെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ്, എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും. യെസ്, ഓക്കെ. അപ്പൊ നമ്മുടെ സെഷനിലുള്ള കൂട്ടുകാർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരമാണ് എല്ലാവർക്കും. വേണമെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളായിട്ട് ഇടാം. ചാറ്റ് ബോക്സിൽ ഞാൻ നോക്കാം എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കട്ടെ. യെസ്, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത് എന്നുള്ളത് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. യുവികയുടെ സെലക്ഷൻ ക്യൂസിലാണെന്ന് തോന്നുന്നു. ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്മി പാർവതി ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോളിനോമിയൻ, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി, അങ്ങനെ രീതിയിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സയൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, സ്പേസ് സയൻസുമായി ബന്ധപ്പെട്ട്. പിന്നെ കൂടുതലും ജനറൽ നോളേജ് ആണ് ബാക്കിയൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ക്വിസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കളിക്കുക ക്വിസില്. ബിക്കോസ് എന്താ അതില് നമുക്ക് മൈനസ് പോയിന്റ് ഉണ്ട്, അപ്പൊ ശ്രദ്ധിച്ച് കളിക്കണം അത്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ക്വിസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഒളിമ്പ്യാഡ് എക്സാമിന്റെ കാര്യം പറഞ്ഞു. IAST, ISROയിലേക്കൊക്കെ ഉള്ള ഇതുപോലെയുള്ള നാഷണൽ ലെവൽ ക്യാമ്പിലേക്കൊക്കെ ഉള്ള സെലക്ഷൻ ടെസ്റ്റിലും കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാമുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ എക്സാം വേലാണെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ്. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചെറിയ ക്ലാസ് മുതലേ, പ്രത്യേകിച്ച് 6ാം ക്ലാസ് മുതലേ എങ്ങനെ കുട്ടികൾക്ക് എഴുതാം, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ 8ാം ക്ലാസ്സിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് NMMS പറയുന്ന എക്സാം ഉണ്ട്, 7ാം ക്ലാസ്സിൽ USS പറയുന്ന എക്സാം ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ചെയ്യുക, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം. നമ്മൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മേ ബി എല്ലാ കാര്യങ്ങളും കിട്ടിക്കോളുന്നില്ല. ഇതാണെങ്കിൽ എല്ലാ GK പോലെയുള്ള ക്വിസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പരമാവധി ക്വിസ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. അതിന്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള നെഗറ്റീവ് മാർക്കിംഗ് വരുന്ന MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് കൂടി നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. വേറെ ചോദ്യങ്ങൾ ഞാൻ നോക്കട്ടെ. യെസ്, നിതയുടെ ഒരു ഹോബി എന്താന്നുള്ളതാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഹോബി ആയിട്ട് പറയാനുള്ളത്? ഹോബി എന്ന് പറഞ്ഞാൽ ബുക്സ് വായിക്കുന്നത് ഇഷ്ടമാണ്, നോവലുകളും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, അത് സ്പോർട്സ് ആയാലും അങ്ങനത്തെ ഐറ്റംസിലൊക്കെ പങ്കെടുക്കുക എന്റെ ഒരു ഹോബിയാണ്. ഓക്കെ, അപ്പോ പരമാവധി ക്വിസ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക. സ്പോർട്സ് ഈവന്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിധയുടെ കുറെ അവാർഡ് മൊമെന്റ്സ്, പോസ്റ്ററുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസുകളിലും മറ്റൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ എല്ലാ മേഖലയിലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നിധ എന്നുള്ളത്. അപ്പൊ നമ്മള്
ഇതേപോലെ സ്മാർട്ട് ആയിരിക്കുക, പരമാവധി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒളിമ്പ്യാഡ് എക്സാം സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നുഹ ഫാത്തിമ ചോദിക്കുന്നത്. യെസ്, സ്റ്റേറ്റ് സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന എക്സാം തന്നെയാണ്. ആക്ച്വലി നമ്മളൊന്നും തീരെ ബോധേഡ് അല്ലാത്തൊരു എക്സാം ആണ്. നമ്മളെ സ്റ്റേറ്റ് സിലബസ്, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലൊന്നും അത്രമാത്രം എല്ലാവരും എഴുതാൻ പ്രേരിപ്പിക്കാത്തൊരു എക്സാം ആണ്. കുറച്ചൊരു ഹയർ ലെവൽ എക്സാം കൂടിയാണ്. അപ്പൊ അതുപോലെയുള്ള എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ എന്തായാലും കിട്ടും. ഇപ്പൊ നിതയുടെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടു അല്ലെ? നമ്മളെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരാള് ഇതുപോലെയുള്ള നാഷണൽ ലെവലില് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത കുട്ടികളിൽ ഒരാളായി എന്നുള്ളതൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്തു, നിതയുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്തു, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് അൻവിക എന്ന് പറയുന്ന IIST കണ്ടക്ട് ചെയ്ത ക്യാമ്പിലും പങ്കെടുക്കാൻ പറ്റി. സോ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് വയസ്സിലാണ്, ഏത് ക്ലാസ്സിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഏത് ക്ലാസ്സിലാണ് യുവികയിൽ ജോയിൻ ചെയ്യാൻ പറ്റുക? 9ാം ക്ലാസ്സിലാർക്കാണ് യുവികയുടെ അവസരം ഉള്ളത് എന്ന് പറഞ്ഞു. യെസ്, വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി തരാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ നേരിട്ട് നിതയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരം ആണിത്. യെസ്, ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മൈക്ക് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം. യെസ്, സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പേരും സ്കൂളും ജസ്റ്റ് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാന് പട്ടാമ്പിന്നാണ്. എന്റെ പേര് നുഷ ഫാത്തിമ. എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാല്, ഇനി ഏത് വർഷം മുതലാണ് ഇത് ചെയ്യാന്നുള്ളതാണ്. ഈ വർഷം ഉണ്ടാവുമോന്ന്? എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഈ വർഷം ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി അതിന് ശേഷമായിരിക്കും ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ടാകുക. നിങ്ങൾ ഫെബ്രുവരിക്ക് ശേഷം ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. കാരണം അവരെന്തായാലും മെയിലും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. പക്ഷെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്നാല് എന്നാണ് നടക്കുന്നത്, രജിസ്ട്രേഷന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അതിൽ അറിയാൻ പറ്റും. യെസ്, വൺസ് നമ്മുടെ ISRO യുവികയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ നമ്മൾ വീഡിയോസ് ഔട്ട് ചെയ്യും. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിൽ ആൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഗ്രൂപ്പിൽ നമ്മൾ ആൾറെഡി ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. കഴിഞ്ഞ 2 വർഷങ്ങളിലും ISRO യുവിക നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അതിന്റെ ഇൻഫർമേഷൻസ് പരമാവധി സ്റ്റുഡൻസിന് എത്തിക്കാൻ ട്രൈ ചെയ്തിരുന്നു. സോ ഇപ്രാവശ്യവും നോട്ടിഫിക്കേഷൻസ് ഫെബ്രുവരിയിലൊക്കെയാണ് വരിക എന്നുള്ളതാണ് നിത പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഞങ്ങൾ നിരന്തരമായിട്ട് അപ്ഡേറ്റ്സ് നോക്കാറുണ്ട്. വൺസ് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ നിങ്ങളെ നമ്മൾ എന്തായാലും അറിയിക്കുന്നതാണ് കേട്ടോ. യെസ്, വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? ഒരു ഡൗട്ടും കൂടി ഉണ്ട്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ പേര് ദേവാങ്ക് എന്നാണ്. ഞാൻ വടകരയിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചോദിച്ചോളൂ ദേവാങ്ക്. സാർ, പിന്നെ ഈ ഏത് ക്വിസ് കോമ്പറ്റീഷന് ഡിസ്ട്രിക്ട് ലെവലിൽ കിട്ടിയാലും പിന്നെ LSS USS എന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ ഹെൽപ്ഫുൾ ആവോ? USSന്റെ LSS ഒരിക്കലും ഇല്ല. പക്ഷെ USSന്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും യൂസ്ഫുൾ ആകും. കാരണം നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ 3 years എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ 9th അപ്പൊ 6th 7th 8th 9th, കാരണം കൊറോണ ടൈമിൽ നമുക്ക് പല കോമ്പറ്റീഷൻസ് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ 6th മുതലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അത് USS ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് സയൻസ് കോമ്പറ്റീഷൻ ഓർ ഇക്വലന്റ് കോമ്പറ്റീഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് USSന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പിന്നെ ക്വിസ് കോമ്പറ്റീഷൻസ് അത് പറയുന്ന സമയത്ത് സയൻസ് കോമ്പറ്റീഷൻസ് തന്നെ ആവണമെന്നില്ല. മറ്റേതെങ്കിലും ക്വിസ് കോമ്പറ്റീഷൻ ഡിസ്ട്രിക്ട് ലെവലിലോ സ്കൂൾ ലെവലിലോ ഏതെങ്കിലും ലെവലിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ക്വിസ് ആവണമെന്നുണ്ടോ? അല്ലാണ്ട് അത് പുറത്തില്ല, അത് എന്ത് നടത്തിയാലും ക്വിസ് കോമ്പറ്റീഷൻ ആയാലും കുഴപ്പമില്ലല്ലോ? ഇല്ല, അത് കുഴപ്പമില്ല. എന്റെ പേരാണ് ക്രിസ്റ്റി. ഞാൻ വാണിയമ്പലത്തിനാണ് പറയണേ. എന്റെ ചോദ്യം, എംസാറ്റിന്റെ സർട്ടിഫിക്കറ്റ്സ് കൗണ്ട് ചെയ്യോ? യെസ്, എംസാറ്റ് എന്നുള്ളത് CBSE സ്കൂളുകാർക്കുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആക്ച്വലി അതും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. ഡിസ്ട്രിക്ട് ലെവലിലാണ് എംസാറ്റ് എക്സാം ഉള്ളത്. അപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവലിലുള്ള എക്സാംസ് ഒക്കെ എന്തായാലും ഹെൽപ്ഫുൾ ആവും. പ്രത്യേകിച്ച് അത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് സ്കോളർഷിപ്പ് എക്സാം ആണ് എംസാറ്റ് എന്നുള്ളത്. സോ അതെന്തായാലും ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ എംസാറ്റിന്റെ സ്റ്റേജ് 2 പ്രിപ്പറേഷനിലാകും കുറെ പേരുണ്ടാവുക. മലപ്പുറം ജില്ലയിലുള്ള സഹോദയ അണ്ടറിലുള്ള സ്കൂളുകാർക്കൊക്കെ നമ്മളൊക്കെ ആൾറെഡി കോച്ചിങ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഇന്നൊക്കെ അതിന്റെ ക്ലാസ്സും ഉണ്ട് അല്ലേ? യെസ്, അപ്പൊ എംസാറ്റിന്റെ എന്തായാലും കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ തലത്തിലുള്ള പരീക്ഷയാണ്. സോ അതും നിങ്ങൾ മാക്സിമം അതിനൊക്കെ ട്രൈ ചെയ്യുക, ക്രാക്ക് ചെയ്യാൻ തന്നെ നോക്കുക. പിന്നെ സാർ, വേറെ ചോദ്യം,
എത്ര സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ട സെലക്ട് ആവാൻ? സെലക്ട് ആവാൻ നിങ്ങളുടെ കയ്യിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ മാക്സിമം 3 4 നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അഥവാ നമ്മളൊരു 15 ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കിയാല് നമുക്ക് ക്ലിയർ കുറയും. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് ആ നോക്കുന്ന ആളുകൾക്ക് ഇത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 3 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. യെസ്, അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ആദ്യം പ്രിഫറൻസ് കൊടുക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. യെസ്, വേറെ ചോദ്യങ്ങൾ? കൂടാതെ അൻവികയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4 വർഷത്തോളം അൻവികയിൽ പങ്കെടുക്കാം. അതെങ്ങനെയെന്ന് വെച്ചാല് 9th മുതൽ 12th വരെയുള്ള സ്റ്റുഡൻസിനാണ് അൻവിക നടത്തുന്നത്. അതിൽ നിങ്ങൾക്ക് ഒളിമ്പ്യാഡ് എക്സാമിന്റെ വിന്നർ ആണോ എങ്കിൽ നിങ്ങൾക്ക് അൻവികയിൽ സെലക്ഷൻ കിട്ടും. ഇത് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് ഒളിമ്പ്യാഡിന് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഒളിമ്പ്യാഡ് എക്സാമിനേഷൻ സയൻസിലും മാത്സിലും ഒക്കെ ഒളിമ്പ്യാഡ് എക്സാമുകൾ നാഷണൽ ലെവലിലൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. യെസ്, വേറെ ചോദ്യങ്ങൾ? ഇനിയും ഒളിമ്പ്യാഡ് എക്സാംസ് ഉണ്ടാവും? യെസ്, ഒളിമ്പ്യാഡ് എക്സാമുകൾ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. ഒളിമ്പ്യാഡ് എക്സാം ഈ കഴിഞ്ഞ വർഷത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ആൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ഒളിമ്പ്യാഡിന്റെ വിവരങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും അറിയിക്കുന്നതാണ് കേട്ടോ. യെസ്, വേറെ ചോദ്യങ്ങൾ? എത്രാം ക്ലാസ് മുതലാ ഒളിമ്പ്യാഡ് എക്സാം? ഒളിമ്പ്യാഡ് എക്സാമുകൾ ചെറിയ ക്ലാസ് മുതലേ ഉണ്ട്. ആക്ച്വലി വ്യത്യസ്ത പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒളിമ്പ്യാഡ് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡ് ഉണ്ട്. SOF കണ്ടക്ട് ചെയ്യുന്ന മറ്റ് ഒളിമ്പ്യാഡുകൾ ഉണ്ട്. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കുള്ള ഒളിമ്പ്യാഡുകളൊക്കെ ഉണ്ട്. അപ്പൊ നാഷണൽ ലെവലിൽ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡിനാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്. സോ നിങ്ങൾ 6ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന എക്സാം തന്നെയാണ് ഒളിമ്പ്യാഡ് എക്സാമിനേഷൻ. സയൻസിലും മാത്തമാറ്റിക്സിലും ഒക്കെ ഒളിമ്പ്യാഡ് എക്സാമുകൾ ഉണ്ട്. യെസ്, വേറെ? ഒളിമ്പ്യാഡ് സയൻസിനാണെന്നുണ്ടോ? ഇല്ല, മാത്സും ആകാം. ഒളിമ്പ്യാഡ് ഈ കൊല്ലം എന്നാ ഉണ്ടാവുക? ഒളിമ്പ്യാഡ് ആക്ച്വലി ഈ വർഷത്തത് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത വർഷമായിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആൾറെഡി നമ്മുടെ ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ എക്സാം ബൈ ലേണിംഗിന്റെ ചാനലിൽ പോയാൽ സയൻസ് ഒളിമ്പ്യാഡ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ളതും എന്നാണ് അതിന്റെ അപ്ലിക്കേഷൻസ് വിളിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എക്സാം ഏത് മന്തിലായിട്ടൊക്കെ വരുന്നേ? ഓരോ വർഷവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള മാസങ്ങളായിരിക്കും. എന്തായാലും ഒരു ഡിസംബർ അല്ലെങ്കിൽ അതിന് മുന്നേ കഴിഞ്ഞ ഈ വർഷം എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസത്തിലൊക്കെ അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് വെബ്സൈറ്റുകളിൽ പോയിട്ട് തന്നെ, ഇപ്പൊ നേരത്തെ നിത പറഞ്ഞ പോലെ തന്നെ ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് യുവികയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരിക. ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ നമ്മൾ എപ്പോഴും നിരന്തരമായിട്ട് നോക്കണം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്തായാലും അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ്. വേറെ നിതയോട് പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ മാർക്ക് ലിസ്റ്റിന് പുറമെയാണ് ഈ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്? അതെ, മാർക്ക് ലിസ്റ്റ് 50% അവർ പരിഗണിക്കും. ബാക്കിയുള്ളതൊക്കെ ബാക്കി 50% നമ്മുടെ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ റൂറൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ് അവര് പരിഗണിക്കാം. 8th മാർക്ക് ലിസ്റ്റാ? 8th ഫൈനൽ എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ്. 9ാം ക്ലാസ്സിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്യാമ്പിൽ ചേരാൻ കഴിയൂ? എന്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷമായിട്ട് 9th മാത്രം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിന് മുന്നേ ഉള്ള ഈ 2 വർഷത്തിന് മുന്നേ ഉള്ള ഇയറിൽ 7th എന്നൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഇതെനിക്ക് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. പക്ഷെ അതിനെ കുറിച്ച് ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ 2 വർഷമായിട്ട് 9th സ്റ്റുഡൻസിന് മാത്രമാണ് നടക്കുന്നത്. ഹലോ, 10th പഠിക്കണ സ്റ്റുഡൻസിന് ഇപ്പൊ 2 വർഷത്തെ മുന്നത്തെ സർട്ടിഫിക്കറ്റ് മറ്റേ മാർക്ക് ലിസ്റ്റ് ഒക്കെ നോക്കാൻ പറ്റില്ലേ? 10th പഠിക്കുന്ന സ്റ്റുഡൻസിനോ? ഇല്ലല്ല, അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. 9th സ്റ്റുഡൻസ് മാത്രമാണ് ഇതിൽ പറ്റുക. ഇപ്പൊ 2 വർഷമായിട്ട് 9th സ്റ്റുഡൻസ് ആണ്. ഇതിപ്പം മലയാളമായ കുട്ടികൾക്ക് മറ്റേ തുമ്പയെന്ന് മാത്രമേ ഇത് ക്ലാസ് ഉണ്ടാവും? എങ്ങനെയാണ്? ഒന്നുകൂടെ ചോദിക്കോ? കേരളത്തിൽ വരുന്ന കുട്ടികൾക്ക് VLCC മാത്രമായിരിക്കോ ക്ലാസ് ഉണ്ടാവുമോ? അതെ, നമ്മുടെ സ്റ്റേറ്റ് എവിടെയാണോ സ്റ്റേറ്റിന് റിലേറ്റ് ചെയ്തിട്ട് ഏത് ഏജൻസിയാണോ ഉള്ളത് അവിടെയാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ കേരളത്തിന് തൊട്ടൊരു തുമ്പയല്ലേ, അതുപോലെ തമിഴ്നാടിനടുത്ത തുമ്പയല്ലേ, അപ്പൊ അങ്ങനെ തുമ്പയിൽ വെച്ചിട്ടുണ്ടാവുക.
ഹലോ നിത, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. എനിക്ക് താങ്ക് യു. ചോദിക്കാനുള്ളത്, ഇത് വിദേശത്തു നിന്നുള്ള കുട്ടികൾക്ക് പറ്റുമോ? ഐ മീൻ സൗദി, ദുബായ്, കുവൈറ്റ് അതുപോലെയൊക്കെ? അവര് അവിടെ പഠിക്കുന്നവരാണോ? അതെ അതെ. അത് എനിക്ക് തോന്നുന്നു പറ്റില്ല എന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അതുപോലെ സ്റ്റുഡൻസ് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, നിങ്ങളുടെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാഷണൽ ലെവലിൽ നമ്മുടെ കറന്റ് സ്കൂളിൽ ഇവിടുത്തെ സ്കൂളിൽ ഉള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും അവസരം ഉണ്ടായിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ സർക്കുലർ പ്രകാരമൊക്കെ അങ്ങനെയായിരുന്നു. നമ്മുടെ ഇന്ത്യൻ റെസിഡൻസ് ആയിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു അവസരം എന്നുള്ള രൂപത്തിലാണ് വന്നിരുന്നത്. യെസ്, വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ഇപ്പൊ 10ാം ക്ലാസ്സുകാരൊക്കെ കുറെ പേര് നമ്മുടെ ഇന്നത്തെ സെഷനിലുണ്ട്. 9ാം ക്ലാസ്സുകാർക്ക് ഈ വർഷത്തെ യുവികയിൽ അപ്ലൈ ചെയ്യാനുള്ള അവസരം എന്തായാലും ഉണ്ടാവും. നോട്ടിഫിക്കേഷൻസ് റിലീസ് ആവുന്നേ ഉള്ളൂ. 10ാം ക്ലാസ്സുകാർ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇനിയും IIST പോലെയുള്ള, IIT പോലെയുള്ള, NIT പോലെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകാൻ അവസരം എന്തായാലും ഉണ്ടാവും. +2 കഴിഞ്ഞിട്ട് നല്ലൊരു പ്രീമിയർ സ്ഥാപനത്തിൽ പഠിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, 10ാം ക്ലാസ്സിലെത്തി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പൊ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കിയാൽ എഞ്ചിനീയറിംഗിനോ മെഡിസിനോ അതല്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും സിവിൽ സർവീസ് ആണെങ്കിൽ IAS ആവാണെങ്കിൽ അങ്ങനെ പോയാലൊക്കെ നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് പല സ്റ്റേറ്റുകളിലും പോയിട്ട് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും. സിവിൽ സർവീസ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സിവിൽ സർവൻസ് ഒക്കെ ആയാൽ എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കുറെ സംസ്ഥാനങ്ങളിലൊക്കെ പോകാനുള്ള അവസരമൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രീമിയർ സ്ഥാപനങ്ങളിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എഞ്ചിനീയറിംഗിനാണെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IIT തന്നെ നിങ്ങൾ മനസ്സിൽ കാണണം. റിസർച്ചിനൊക്കെ താല്പര്യമുള്ളവർ IIST എന്നുള്ള ആ ഒരു സ്വപ്നം നിങ്ങൾ വിടാതെ പിടിക്കണം. മെഡിസിൻ ഡോക്ടർ ആവാൻ താല്പര്യമെങ്കിൽ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങൾ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതിനൊക്കെ നമ്മൾ 6ാം ക്ലാസ് മുതലേ നമ്മുടെ കുട്ടികളെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ നിരന്തരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും ഒളിമ്പ്യാഡ് പോലെയുള്ള എക്സാമിനൊക്കെ മോട്ടിവേഷൻസ് കൊടുക്കുന്നതും കോച്ചിങ് കൊടുക്കുന്നതൊക്കെ അതിനാണ്. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. യെസ്, വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളെ സമയം ഏകദേശം 1 hour ആയിരിക്കുന്നു. ഹലോ, ഗവൺമെന്റ് എന്തെങ്കിലും അതായത് ഗവൺമെന്റ് സ്കൂളിന് മാത്രമായിട്ട് വെയിറ്റേജ് ഉണ്ടോ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വെയിറ്റേജ് കുറവെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പാരിസൺ ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയില്ല. ഓക്കെ ഓക്കെ. സാർ പിന്നെ എപ്പോഴാണ് ഒളിമ്പിയാഡ് എക്സാമിന്റെ റിസൾട്ട്സ് വരാ? എന്താണ്, കേട്ടില്ല? ഈ വർഷത്തെ ഒളിമ്പിയാഡ് എക്സാമുകളുടെ റിസൾട്ട്സ് എപ്പോഴാ വരാ? റിസൾട്ട്സ് ഇതുവരെ റിലീസ് ആയിട്ടില്ല. ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് വഴി തന്നെയാണ് അറിയിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് വന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും അപ്ഡേറ്റ്സ് ആയിട്ടും ഒക്കെ നിങ്ങൾ അറിയിക്കും. സർ, നമ്മൾ ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചാലേ അതിനകത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാ ഉള്ളത്? അതിന് നമ്മൾ എന്തൊക്കെ എക്സാം എഴുതണം? ഇപ്പം 12th കഴിഞ്ഞിട്ടാണെങ്കിലും. ഇപ്പൊ സ്പേസ് ഫീൽഡിലൊക്കെ പോകാൻ താല്പര്യമുള്ള കുറെ പേരുണ്ടാവും. നമ്മള് കഴിഞ്ഞ 2-3 മാസം മുന്നേ സ്പേസ് സയന്റിസ്റ്റ് ISROയിലുള്ള ഒരു സ്പേസ് സയന്റിസ്റ്റുമായിട്ട് ഇതുപോലെയുള്ള ഒരു വെബിനാർ സെഷൻ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹമൊക്കെ പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ +2 കഴിഞ്ഞ ഉടനെ നല്ലൊരു സ്ഥാപനത്തിൽ നിങ്ങളൊരു ഡിഗ്രിക്ക് പഠിക്കുക എന്നുള്ളതാണ്. ഡിഗ്രി മീൻസ് എഞ്ചിനീയറിംഗ് ഒരു ഡിഗ്രിയാണ്, മെഡിസിന് പോകുന്ന ഒരു ഡിഗ്രിയാണ്. ഇനി അതല്ല ഫിസിക്സിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഫിസിക്സ് ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് ചൂസ് ചെയ്യാം. എന്തായാലും +2 കഴിഞ്ഞ ഉടനെ നല്ലൊരു സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗിലൊക്കെ ആണെങ്കിൽ BTech നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് തന്നെ ഇന്ത്യയിലുള്ള നമ്പർ 1 സ്ഥാപനങ്ങളിൽ IIT NIT പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പിന്നെ സ്പെഷ്യലൈസേഷൻസ് ആയിട്ട് MTechലൊക്കെ ഇതുപോലെയുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡുകളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ISROയിലൊക്കെ സ്പേസ് എഞ്ചിനീയറിംഗോ സ്പേസ് ഫീൽഡിലൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അത് തന്നെ നമ്പർ 1 സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോകണം. മറ്റൊന്നുള്ളത് ഫിസിക്സ് പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. ഫിസിക്സ് ആയിരുന്നു എന്റെ ഒരു സബ്ജക്ട് എന്നുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫിസിക്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം അതിന് PG പഠിക്കുന്നവർക്ക് അവിടെ ആസ്ട്രോ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഡൽഹിയിൽ മാത്രമായിട്ടുണ്ട്. അപ്പൊ ആസ്ട്രോ ഫിസിക്സിൽ കൂടുതലായിട്ടും ഇതുപോലെയുള്ള ആസ്ട്രോ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഫിസിക്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗുകളൊക്കെ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതിൽ റിപ്പീറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിങ്ങൾ പോയി പഠിക്കണം എന്നുള്ളതാണ്. നമ്മളെ കേരളത്തിൽ കുറെ സ്ഥാപനങ്ങളുണ്ട്, അതിനേക്കാളൊക്കെ ബെറ്റർ പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രീമിയർ സ്ഥാപനങ്ങളിൽ പോയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ.
താങ്ക് വേറെ യു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഹലോ, ഉണ്ടോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതായത് ഈ യുവികയില് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. ഹലോ ഹലോ, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ലൈക്ക് എനിത്തിങ്? ഇല്ല. ആ സർട്ടിഫിക്കറ്റ് എന്താന്ന് വെച്ചാല് നമ്മുടെ HMന്റെ ഒപ്പുള്ളത്. നമ്മൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്, അല്ലാതെ ഒന്നും അല്ല കേട്ടോ. ഓക്കെ. എനിക്ക് ഇതുപോലെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല ക്യാമ്പിന്. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. നിതയുടെ കുറെ എക്സ്പീരിയൻസുകൾ നമ്മൾ കേട്ടു. ISRO യുവിക ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുറെ പേര് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഉണ്ട് എന്ന് മനസ്സിലായി. നിങ്ങളുടെ ചാറ്റുകളും മെസ്സേജുകളും ഒക്കെ വായിക്കുമ്പോൾ കുറെ പേർക്ക് ഇനിയും കുറെ ചോദിക്കാനൊക്കെ ഉണ്ട്. സമയം വളരെ പരിമിതമാണ്. നമുക്ക് 1 മണിക്കൂറോളമായിട്ട് നമ്മളുണ്ട് നമ്മളെ സെഷൻ തുടങ്ങിയിട്ട്. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിതക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ അറിയിക്കുന്നു. ഇതുപോലെയുള്ള അവസരങ്ങൾ നിതക്ക് ഇനിയും കിട്ടട്ടെ. +1-ലും +2-ലും അതിനുശേഷം നിത ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു കരിയർ ഡ്രീമിൽ തന്നെ നിത എത്തട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു നല്ലൊരു കരിയർ ഡ്രീം സെറ്റ് ചെയ്യണം. നല്ലൊരു പ്രീമിയർ സ്ഥാപനത്തിൽ നിങ്ങൾ പോയി പഠിക്കണം. ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ ISRO കണ്ടക്ട് ചെയ്യുന്ന യുവിക ക്യാമ്പിലൊക്കെ വെയിറ്റേജ് കിട്ടാൻ സാധ്യതയുള്ള ഒളിമ്പ്യാഡ് പോലെയുള്ള എക്സാമിനൊക്കെ ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എക്സാം ബൈ ലേണിംഗ് ഫുൾ സെറ്റ് ആണ് ഇവിടെ. ഫൗണ്ടേഷൻ കോഴ്സുമായിട്ട് ഈ പറഞ്ഞ പ്രീമിയർ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള IITians-ഉം NITians-ഉം ഡോക്ടേഴ്സും IIST എന്നൊക്കെ പഠിച്ചിട്ടുള്ള റിസർച്ച് കഴിഞ്ഞിട്ടുള്ള PhD കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എക്സാം ബൈ ലേണിംഗ് എന്നുള്ളത്. സോ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന കുറെ പേര് ആൾറെഡി നമ്മുടെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. നിതക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി പറയുന്നു.